ഭാരതാംബ ചിത്രവിവാദത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിൽ ഗവർണറും സർക്കാരും. ഭാരതാംബയുടെ ചിത്രം മാറ്റാൻ സാധിക്കില്ല എന്നാണ് രാജ്ഭവന്റെ നിലപാട്. ഇതോടെ സത്യപ്രതിജ്ഞ ഒഴികെ ഇനി രാജ്ഭവനിൽ സർക്കാർ പരിപാടികൾ വേണ്ട എന്നാണ് സർക്കാർ നീക്കം. ഇക്കാര്യത്തിൽ നിയമപരമായ നടപടികളിലേക്ക് കടക്കാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. അതേസമയം പോര് കനക്കുന്നതിനിടെ ഗവർണറുടെ ചുമതലകൾ പാഠ്യവിഷയമാക്കാനും സർക്കാർ തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസമാണ് രാജ്ഭവനിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിൽ പ്രതിഷേധിച്ച് മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയത്. പിന്നാലെ രാജ്ഭവനും സർക്കാരും നിലപാട് ഘടിപ്പിച്ചു. ഭാരതാംബയുടെ ചിത്രം മാറ്റാൻ സാധിക്കില്ലെന്നും എല്ലാ ഉദ്ഘാടനത്തിനും ചിത്രം അവിടെ തന്നെ ഉണ്ടാകുമെന്നുമാണ് രാജ്ഭവന്റെ നിലപാട്. ഇതോടെ രാജ്ഭവനിൽ സർക്കാർ പരിപാടികൾ നടക്കാനുള്ള സാധ്യതകൾ മങ്ങി. സത്യപ്രതിജ്ഞ ഒഴികെയുള്ള സർക്കാർ പരിപാടികൾ ഇനി രാജ്ഭവനിൽ വെച്ച് നടത്തേണ്ടതില്ലെന്നാണ് സർക്കാരിന്റെ പക്ഷം. ഇതിനായി നിയമപരമായ നടപടികളിലേക്ക് കടക്കാനും സർക്കാർ നീക്കം തുടങ്ങി. വിവാദത്തിൽ സർക്കാരിന് എന്തൊക്കെ ചെയ്യാനാകുമെന്ന് ലോ സെക്രട്ടറിയോട് സർക്കാർ നിയമോപദേശം തേടി. രാജ്ഭവനിലെ പരിപാടിയിൽ എന്തൊക്കെ ചിഹ്നങ്ങൾ വയ്ക്കണമെന്ന പ്രോട്ടോകോൾ നിലവിലുണ്ടോ, ഇക്കാര്യത്തിൽ മന്ത്രിസഭയ്ക്ക് ഉപദേശം നൽകാനാകുമോ എന്നീ കാര്യങ്ങളിലാണ് ചീഫ് സെക്രട്ടറി നിയമോപദേശം തേടിയത്. മറുപടിക്ക് ശേഷം സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കും. ഇന്ത്യയുടെ ഭരണഘടനയിൽ എവിടെയാണ് ഗവർണറുടെ പടത്തിലുള്ള ഇന്ത്യയുടെ മാപ്പ്? അത് ഇന്ത്യയുടെ മാപ്പല്ല, ഭരണഘടനയിലുള്ള ഇന്ത്യ മാപ്പല്ല. അത് അഖണ്ഡ ഭാരതത്തിൻ്റെ സങ്കല്പം വെച്ചുള്ളതാണ്. എവിടെ ഇന്ത്യൻ ഭരണഘടനയില്ല കാവിക്കൊടിയുള്ളത്? അതേസമയം പോര് കനക്കുന്നതിനിടെ ഗവർണറുടെ ചുമതലകൾ പാഠ്യവിഷയമാക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. ഗവർണറുടെ ഭരണപരമായ അധികാരങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തും. ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വർഷം 10ാം ക്ലാസ്സിലെ 2ാം വോള്യത്തിൽ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കൂടാതെ 11, 12 ക്ലാസ്സിലത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ പുതുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ പുതുക്കുന്ന അവസരത്തിൽ ഏതെല്ലാം ഭാഗത്ത് ഉൾപ്പെടുത്താൻ കഴിയുമോ ആ ഭാഗത്തൊക്കെ തന്നെ ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉൾപ്പെടുത്തുന്നതാണ്. എന്നാൽ മന്ത്രിക്കെതിരായ പ്രസ്താവനയിൽ വിവാദം അവസാനിപ്പിക്കാനാണ് രാജ്ഭവന്റെ തീരുമാനം. പ്രോട്ടോകോൾ ലംഘനത്തിൽ വി ശിവൻകുട്ടിക്കെതിരെ രാജ്ഭവൻ കൂടുതൽ നടപടികളിലേക്ക് കടക്കില്ല. എങ്കിലും മന്ത്രി വി ശിവൻകുട്ടിയോടുള്ള അതൃപ്തി ഗവർണർ മുഖ്യമന്ത്രിയെ അറിയിച്ചേക്കും. അങ്ങനെയെങ്കിൽ ഭരണഘടനാ കീഴ്വഴക്കം ചൂണ്ടിക്കാട്ടി മറുപടി നൽകാനാണ് സർക്കാരിന്റെ തീരുമാനം. CPM തുടർന്ന് സ്വീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയ നിലപാടുകളുടെ തുടക്കം മാത്രമാണിതെന്നാണ് രാജ്ഭവന്റെ വിലയിരുത്തൽ. ഗവർണറായി ചുമതലയേറ്റെടുത്ത ശേഷം സർക്കാരുമായി സംയമനപാതയിലായിരുന്ന രാജേന്ദ്ര അർലേക്കർ സർക്കാരിനെതിരെ കടുത്ത നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. എന്നാൽ പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗവർണറുടെ തുടർ നീക്കങ്ങൾ എന്താകുമെന്നതും കണ്ടറിയണം. അതേസമയം മന്ത്രി വി ശിവൻകുട്ടിയുടെ നടപടി കോൺഗ്രസ് സ്വാഗതം ചെയ്തു. ഇന്നലെ ശിവൻകുട്ടിയുടെ തീരുമാനത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്നായി, അത് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ മുഖ്യമന്ത്രി ഒരു കാര്യം ചെയ്യണം, ഈ ഒളിച്ചുകളി അവസാനിപ്പിച്ച് ഗവർണർക്ക് ശക്തമായിട്ട് കത്ത് നൽകുക. രാജ്ഭവനെ കാവ്യവൽക്കരിക്കാനുള്ള നടപടിയിൽ നിന്ന് ഗവർണർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് SFI പ്രതിഷേധം ശക്തമാക്കി. രാജ്ഭവനിലേക്ക് SFI മാർച്ച് നടത്തി. ന്യൂസ് ഡെസ്ക്, News 18. ABVP പ്രതിഷേധത്തിനെതിരെ മന്ത്രി വി ശിവൻകുട്ടി പതുങ്ങിയിരുന്ന് ആക്രമിക്കുന്നത് ദുഷ്ടലാക്കെന്നാണ് വിമർശനം. കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് അറിയിക്കാതെയാണ് സമരം നടത്തിയത്. ഔദ്യോഗിക വാഹനത്തിലെ ദേശീയ പതാക പ്രതിഷേധക്കാർ കീറിയെന്നും ശിവൻകുട്ടി പറഞ്ഞു.